സജിത്തിന്റെ വീഡിയോ തന്നെ കണ്ടിട്ട് ഇന്നലെ ഒരു ജാതകം നോക്കാണോ തിരുമേനി ഞാൻ ഇത് മുമ്പ് ബുക്ക് ചെയ്തിട്ടുള്ളതാണ്. ഞാൻ സിനിമ കണ്ടു കേട്ടോ. നമസ്കാരം, ഞാൻ കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരിപ്പാട്. ഞാൻ സിനിമയിൽ കണ്ടപ്പോ പെട്ടെന്ന് ഭയങ്കര സർപ്രൈസ് ആയി പോയി. ഒരു വലിയൊരു സ്ക്രീനിൽ കാണാൻ പറ്റും. ശരിയാണ്. അത് തികച്ചും അവിചാരിതമാണ്. ഈ സത്യനന്ദിക്കാടായിട്ട് തന്നെ വളരെ കാലമായിട്ടൊരു അടുപ്പുണ്ട്. ആ ഒരു അടുപ്പത്തില് ഞങ്ങൾ ഇടയ്ക്ക് അങ്ങോട്ട് പോവാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മൂത്ത മകന്റെ കുട്ടികളുടെ ജാതകമൊക്കെ ഈ അഖിലിന്റെ അതെ കേട്ടോ, മകന്റെ ജാതകം വായിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞങ്ങള് കുട്ടികളൊക്കെ കൂടിയിട്ട് ഒരിക്കൽ പോയിട്ടൊക്കെ ഉണ്ട്, അങ്ങനെ പോവാറുണ്ട്. പിന്നെ ഇതിപ്പോ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്ക് അഖില് ഇതിന്റെ മുമ്പേ പാച്ചുവും അത്ഭുത വിളക്കും ആ സിനിമയുടെ മുൻപേ അതെ എന്താണെന്ന് എനിക്കറിയില്ല, ആദ്യത്തെ സിനിമയാണ്. ഇവിടെ വന്നു കുറച്ചു നേരം ഞങ്ങൾ ആശയവിനിമയങ്ങളൊക്കെ നടത്തി, കഥയൊക്കെ പറഞ്ഞു. അപ്പൊ അതിലത്തെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ നിശ്ചയുണ്ട്. അത് കഴിഞ്ഞ് സ്വതവേ കുറെ കാലമായിട്ട് അറിയാലോ, സജിത്തിന്റെ ഏജല്ല എന്റെ. നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ ഇങ്ങനെ സിനിമകള്, ആരോമലുണ്ണി അതൊക്കെയാണ് അന്നത്തെ കേമയുടെ സിനിമയ്ക്ക് കുട്ടിക്കാലത്ത് ഭ്രാന്തുണ്ട്. പിൻകാലങ്ങളിൽ നമുക്ക് ചിലത് നമുക്കൊരു റിലേറ്റ് ചെയ്യാൻ പറ്റുക. സത്യനന്ദിക്കാടിന്റെ സിനിമ എന്ന് പറയുമ്പോ നമുക്ക് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ കാണുന്ന കഥാപാത്രങ്ങൾ, നമ്മൾ മുമ്പിൽ കാണുന്ന കുറെ കഥാപാത്രങ്ങൾ വരികയാണ്. ഇവിടെ ജാതകം നോക്കാൻ വരുമ്പോൾ തന്നെ 44 കൊല്ലമായിട്ട് കുറെ കഥാപാത്രങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്, വ്യത്യസ്തമായിട്ടുള്ളത്. സന്തോഷമുള്ളതുണ്ടാവും, ദുഃഖമുള്ളതുണ്ടാവും. ഇതൊക്കെ ഓരോരോ കഥകളാണ് അല്ലേ വാസ്തവത്തില്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്തുകൊണ്ടാണ് അഖിലിന് അന്ന് സംസാരിക്കാനായിട്ട് വന്നതെന്ന് ചോദിച്ചാൽ അറിയില്ല. സർവമായയുടെ കാര്യം അങ്ങനെ സർവമായയുടെ കാര്യവും ഒരു 3 കൊല്ലമായി ഉണ്ടാവും. ഇവിടെ വന്ന് കുറച്ചു നേരം ആശയവിനിമയങ്ങളൊക്കെ നടത്തി. അഖിൽ സത്യന്റെ തന്നെയാണ് ഈ കഴിവുകൾ മുഴുവൻ അല്ലേ? അത് ഇപ്പൊ സാധാരണഗതിയില് നമ്മൾ എല്ലാ സിനിമയിലും കാണുമ്പോ ഒരു മനയും അല്ലെങ്കിൽ അവരൊക്കെ ചിത്രീകരിക്കുക, ഒരു മനയില് കുറച്ച് ആൾക്കാർക്ക് പണിയില്ല, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് ദാരിദ്ര്യമായി, അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. ഇവിടെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് യാതൊരു ബന്ധമില്ലാത്ത സംഗതികളായിരിക്കും മിക്കവാറും അതിലൊക്കെ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടൊരു എല്ലാവർക്കും നല്ലവണ്ണം ഇന്നത്തെ കാലത്ത് കാണുന്നത്. അത് ഞാൻ അന്ന് പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പഴയ ചില സിനിമകളിൽ വൾഗറായിട്ട് നമ്പൂതിരിമാരെ അവതരിപ്പിക്കും. അതൊരിക്കലും പാടില്ല. കാരണം അങ്ങനെയുള്ള ഒരു അന്തരീക്ഷം അല്ല ഇപ്പൊ. അപ്പൊ അതൊക്കെ വ്യത്യാസമുണ്ട്. അത് വിചാരിച്ചിട്ട് എല്ലാവരും പ്രബുദ്ധരാണെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എല്ലാവരും സമ്പത്തുള്ളവരൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ പ്രായേണ അങ്ങനെയാണ്. അപ്പൊ അതൊക്കെ ആശയവിനിമയങ്ങളൊക്കെ നടത്തി. പിന്നെ ഈ നിവിൻ പോളി അവതരിപ്പിക്കുന്ന ആ ഒരു ഇത് മുമ്പ് വേറൊരു ഉദ്യോഗസ്ഥനായിട്ടാണ് ഉദ്ദേശിച്ചിരുന്നത്, വേറെ ജോലിയായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് അദ്ദേഹത്തിന്. കുറച്ചു കാലം അദ്ദേഹത്തിന് കാലുകൊണ്ട് എന്തോ ഒരു വയ്യാന്റെ വീഴ്ചയൊക്കെ ഉണ്ടായി. അതിന്റെ ഇടയില് ഹൃദയപൂർവ്വത്തിന്റെ ഷൂട്ടിങ്, പിന്നെ അതൊക്കെ ഒരു സിനിമ എളുപ്പമല്ല. ഒരു സിനിമയുടെ ഒരു അന്തരീക്ഷം ശരിയായിട്ട് വരാച്ചാൽ, ഇനി അതേപോലെ തന്നെയാണ് ഇപ്പൊ സത്യനന്ദിക്കാടും പറയാറുള്ളതാണ്, പണം മുതൽ മുടക്കിയാൽ അവർക്ക് തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അതാണ് ഒരു സംവിധായകന്റെ ഏറ്റവും ഒരു കൃതാർത്ഥത. അതെ, വിശ്വസിച്ചേൽപ്പിക്കല്ലേ. ഈ ഇവരെ സംബന്ധിച്ച് ഇത്രയും ദിവസങ്ങൾ ഊണ് ഉറക്കമില്ല. ഇതന്നെ കാരണം നാളെ എന്ത് ചിത്രീകരിക്കണം, നാളെ മുഴുവൻ ആ മനസ്സിൽ ഇത്രയും ഫ്രെയിമുകൾ മനസ്സിലുണ്ടാവണം. അതെ അതിനെന്താ ഉണ്ടായെന്ന് വെച്ചാൽ, കാരണം ജൂൺ 1-ാം തീയതി തുടങ്ങുക എന്നൊക്കെ പറഞ്ഞു. പിന്നെ അപ്പൊ സമയത്ത് വിളിച്ചപ്പോഴേക്ക് കുറച്ച് ദിവസം കൊണ്ടൊന്നും പറ്റിയില്ല. 10-ാം തീയതി 11-ാം തീയതി ആയിട്ട് പോയി. ഒറ്റപ്പാലത്തുണ്ട്. അങ്ങനെ അവിടെ ചെന്നു. തിരുമേനി വരൂ നമുക്ക് ഷൂട്ടിംഗ് ഒക്കെ ഞങ്ങൾ പഠിപ്പിച്ചു തരാം. വളരെ ഫ്രാങ്കാണല്ലോ അഖില്. അങ്ങനെ ചെന്നിരുന്നു. അപ്പൊ ഈ മറിമായത്തില് നിയാസ് ഉണ്ട് അവിടെ, അദ്ദേഹത്തിന്റെ ഒരു ഷോട്ട് എടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞ് വന്നിരുന്നു. ഞങ്ങൾ കുറച്ചു നേരം സ്വസ്ഥമായിട്ട് അവിടെ ഇരുന്നു. അത് കുറച്ച് കഴിഞ്ഞപ്പോ ഒരു സെറ്റും പൂജയും ഇതൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോ ബന്ധു തന്നെയാണ് അതൊക്കെ പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത്. മന്ത്രങ്ങളും അതെ നമ്മുടെ ബന്ധു അദ്ദേഹം തന്നെയാണ് അത് ചൊല്ലിയിട്ടുള്ളത്. അദ്ദേഹം തന്നെ
ഗംഗണവതേ നമ എന്നുള്ളതൊക്കെ അദ്ദേഹം തന്നെയാണ് ചൊല്ലിയത്. കഴിഞ്ഞ് സിനിമ ഇതിൽ ഇടയ്ക്ക് പറഞ്ഞെ സിനിമ കഴിഞ്ഞ് വരുമ്പോ നമുക്ക് എന്താ പറയാ ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും. എന്താ പറയാ എന്തൊക്കെയോ ഒരു നല്ലൊരു ഭക്ഷണം കഴിച്ചു നല്ലൊരു അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ പോയി വന്ന പോലെ. അതെ ഞങ്ങളെ ക്ഷണിച്ചിട്ട് ഇത് കാണാൻ വരൂ എന്ന് പറഞ്ഞിട്ടാണ്. അവിടെ ചെന്ന് ഇരുന്നു. കുറച്ച് കഴിയുമ്പോൾ വരും കുറച്ച് ഒരു 2 മിനിറ്റ് വരെ ഒന്ന് ഇതിലൊന്നും ഇരിക്കണം. ഞങ്ങളിതൊന്നും വിചാരിക്കണില്ല. അഖിലിന്റെ ഒരു ഉത്സാഹത്തിലാണ് അവിടെ ഇരുന്നു, അത്ര തന്നെ ഉള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ഷർട്ടോ അല്ലെങ്കിൽ ഇതൊന്നും ഷോളൊന്നും ഇല്ല, അതൊക്കെ മതി. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് ഈ കഥ ഇന്ന് പറയാലോ, ഈ യങ്സ്റ്റേഴ്സ്, സജിത്തിന്റെ കുട്ടികളായാലും വേണ്ടില്ല, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് ഈ മറ്റേ ഹൊററായിട്ടുള്ള ഈ സിനിമകളൊക്കെ കണ്ടിട്ട് കുട്ടികളും എടുത്തൊരുക്കി തുടങ്ങിയിരിക്കുന്നു. അതെ. പിന്നെ ഇപ്പൊ എന്താ ഇപ്പൊ അടുത്ത ഇവിടെ ജാതകം നോക്കാൻ വരുന്ന ആൾക്കാര് ഇപ്പൊ എന്താ അറിയോ ട്രെൻഡ്? അന്യനാട്ടിലുള്ള മക്കളൊക്കെ ഇവിടെയുള്ള തിയേറ്ററുകളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് അച്ഛനമ്മമാരെയൊക്കെ പറഞ്ഞേക്കുക. അല്ല, അത് സ്റ്റോറിയല്ല, എന്റെ അനുഭവത്തിലുണ്ട്. പക്ഷെ എല്ലാവർക്കും ഈ ഒരു ഇത് തുടങ്ങിയിട്ട് ഇന്റർവെൽ ആവുന്നത് അറിയുന്നില്ല. ഇന്റർവെൽ ആയി കഴിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കുന്നത് അറിയുന്നില്ല. അതെ. ഈ സർവമായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലും ചില ഇൻസിഡൻസ് ഒക്കെ നമുക്ക് പുറത്ത് പറയാൻ പറ്റാത്ത ചില ഇൻസിഡൻസ് ചില സമയത്ത് തോന്നില്ലേ? സജിത്തിന് തോന്നും, ഞാൻ അയാളൊന്ന് വിളിക്കായിരുന്നു, അയാൾ തിരിച്ചു വിളിക്കും. തീർച്ചയായും ഒരുപാട് ഉണ്ടാവാറില്ലേ? 6 മാസം പോലും അല്ല, ഇപ്പൊ നമ്മൾ വിചാരിക്കുന്ന അയാൾ തന്നെ ആലോചിച്ച കാരണം അയാൾ വിളിക്കാന്ന്, അങ്ങനെയല്ല. ഒരു 6 മാസം ഒരു കൊല്ലോ ആലോചിക്കാത്ത ഒരാളെന്ന് പെട്ടെന്ന് ആലോചിക്കുമ്പോ അവര് ചിലപ്പോ ഒരു 2 ദിവസത്തിനുള്ള അല്ലെങ്കിൽ അന്നപ്പോ തന്നെ ചിലപ്പോ കോൾ ചെയ്യും. അത് നമ്മൾ വിചാരിക്കും ഇത് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് ഞാൻ അങ്ങോട്ട് വിളിച്ച കോളാണോ? കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളയാളെ ആലോചിച്ചിട്ട് ഞാൻ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ അഖിലിനോട് ഇന്നലെ 2-3 കാര്യങ്ങൾ ചോദിക്കണം എന്ന് വിചാരിച്ചു. അതാ ചോദിക്കണം എന്ന് വിചാരിച്ചപ്പോ അതേ ഇന്നിപ്പോ അഖിലിന്റെ ആ വീഡിയോയിൽ അത് കണ്ടു എന്താന്നുള്ളത്. അതൊക്കെ അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട്, നമ്മളറിയാതെ ചില ബോണ്ടിങ് ഉണ്ട്, അത് നമുക്കറിയില്ല. എന്തായാലും സർവമായ വളരെ എല്ലാവരും പരക്കെ കാണുന്ന ആൾക്കാരെല്ലാം അത് സ്വീകരിക്കുന്നുണ്ട്. കുട്ടികളാണെങ്കിലും വലിയ ആൾക്കാരാണെങ്കിലും. 12 മണിക്ക് തിയേറ്ററിൽ പോയിട്ട് ഇറങ്ങി വരണം. 9 മണിക്ക് ഷോ കഴിഞ്ഞിട്ട് 12 മണിക്ക് ഇറങ്ങി വരാം. 12 മണിക്ക് ഹൗസ് ഫുള്ള് ഷോന് വർക്കിംഗ് ഡേയ്സിൽ ആൾക്കാർ നിൽക്കുന്നുണ്ട്, വീക്കെൻഡ് പോലും ഇല്ല. അപ്പൊ അത്രയും ആളുകൾക്ക് കാണാനുള്ള അല്ല, അത് നല്ല സിനിമയാണെങ്കിൽ പ്രേക്ഷകരുണ്ട്. ഇപ്പോഴത്തെ അല്ലാതെ ഇപ്പോൾ ലോകം എല്ലാ സ്ഥലത്തേക്ക് എത്തുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അപ്പോൾ ഹൃദയപൂർവ്വത്തിന്റെ കഥയും അഖിലാണ്. അത് അഖിലിനും അതെ ഒരു പ്രത്യേക ചില സന്ദർഭങ്ങളിലാണോ ചിലത് നമുക്ക് ഓർമ്മ വരാ. അതിപ്പോ ശ്രീനിവാസിന്റെ ഒക്കെ കേട്ടല്ലേ, രാത്രി 2 മണിക്കാണ്. നമുക്കത് ചില സമയത്ത് ഈ പ്രായ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളൊരു ഉറക്കം കഴിഞ്ഞാൽ ചില തോട്ടുകൾ വരും. ചിലതൊക്കെ ശരിയാന്നുള്ളത് വരും, ചിലത് നമുക്ക് ചിന്തിക്കാനുള്ള ചില സാഹചര്യങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് സത്യൻ അന്തിക്കാടിന്റെയും അല്ലെങ്കിൽ അച്ഛനമ്മമാരെ സംബന്ധിച്ച അഭിമാനം അർഹമായിട്ടുള്ള മക്കള്. അല്ല, അത് ശരി, വലിയൊരു കാര്യമാണ്. പിന്നെ അത് ജനകീയമായിട്ടുള്ള കഥ, ജനങ്ങളിൽ എത്താൻ തക്കമുള്ള കഥ അവതരിപ്പിക്കുക, അത് വലിയൊരു കാര്യമാണ്, അത് സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും സർവമായ ടീമിന് വലിയൊരു അഭിനന്ദനങ്ങൾ. അതെ, സർവമായ അഖിലാണ് വെച്ചാലും നിവിൻ പോളിയും അജുവും, പിന്നെ അതിന്റെ ഒരു ടീം വർക്ക്, ഷൂട്ടിങ്ങിന് ചെന്ന് കഴിഞ്ഞാലാണ് അതിന്റെ ഒരു ടീം വർക്ക് അറിയുക. അത്രയും വലിയൊരു ടീം വർക്ക് അല്ലേ. സംഗീതമാണെങ്കിലും എല്ലാം ഹൃദ്യമായി തീരണ്ടേ. സൗണ്ട് ആയതുകൊണ്ട് തന്നെ അതെ റിംഗ് സൗണ്ട്. അതെ, എന്തായാലും എല്ലാവർക്കും ഒരു അഭിനന്ദനം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം. ഗംഭീര പടമാണ്, വളരെയധികം നിങ്ങൾക്കൊരു ഹൃദയത്തെ ഒന്ന് ഇനിയും. അതെ, അഖിലിനും അനൂപിനും ഒരു ട്വിൻ ബ്രദേഴ്സാണ്. അനൂപിനും അതെ ഇതേപോലെ തന്നെ കഥകള് ആവിഷ്കരണങ്ങൾ വരട്ടെ, ചിത്രങ്ങൾ ഉണ്ടാവട്ടെ. അവരച്ഛനും ഒക്കെ ഇതേപോലെ തന്നെ സിനിമകൾ ഉണ്ടാവട്ടെ. ഇപ്പൊ കുറെ പേർക്ക് ഈ ഒരു ട്രെൻഡ് താല്പര്യപ്പെടുന്നുണ്ട്. എന്തായാലും സർവമായിക്ക് ആദ്യ ഒരു ഭാവങ്ങള് നേരുന്നു. നമസ്കാരം.